ശ്രീമതി വിനീത ഹരിഹരൻ, GST കൗൺസിലിൽ രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ സാമ്പത്തിക തത്വങ്ങളെക്കാൾ മുൻതൂക്കം നേടുന്നുണ്ടോ? ഉദാഹരണത്തിന് നികുതി സ്ലാബുകൾ കുറയ്ക്കുന്നതിലെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരിക്കലും ഇല്ല. ഇതിൽ രാഷ്ട്രീയം എങ്ങനെയാ കാണാൻ പറ്റുന്നത് എനിക്ക് അറിയാം. ഐ എം ജസ്റ്റ് നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇത് GST കൗൺസിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ്സിന് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, എല്ലാ പൊളിറ്റിക്കൽ കളേഴ്സിന്റെ ആൾക്കാരും ആ GST കൗൺസിലിൽ ഉണ്ട്. ഇപ്പൊ GST കൗൺസിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിന്റെ ഏറ്റവും വലിയ ഒരു കേസ് സ്റ്റഡി ആണ് GST കൗൺസിൽ. യുനാനിമസ്ലി എല്ലാ ഡിസിഷൻസും എടുക്കുന്ന ഒരു കൗൺസിലാണ്. ഇപ്പൊ ഈ 3 സ്ലാബ്സിലോട്ട് കുറച്ച് റാഷണലൈസ് ദിസ് 5 സ്ലാബ്സ് 3 സ്ലാബ്സിലേക്ക് സിംപ്ലിഫൈ ചെയ്യാനുള്ള എന്താണ് ഇവിടെ രാഷ്ട്രീയമുള്ളത്? ഇതിപ്പോ ഈ 3 സ്ലാബ്സ് വരുന്നത് ഇത് 2017 ആദ്യം ഇമ്പോസ് ചെയ്തിട്ട് കുറെ ഇംപ്ലിമെന്റേഷൻ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. 5 സ്ലാബ്സ് വരുമ്പോൾ അതിന്റെ കാൽക്കുലേഷൻസിനും അതിന്റെ കംപ്ലയൻസസും ഒരുപാട് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാലഞ്ചസ് കൗൺസിലിൽ വെച്ചപ്പോ ആണ് അവര് ഒരുപാട് ഡിസ്കഷൻസും ഡിബേറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഇങ്ങനെ ഈ 3 സ്ലാബ്സിലോട്ട് മാറ്റിയത്. ഇപ്പൊ ഈ 3 സ്ലാബ്സ് ആവുമ്പോൾ 5%, 18%, 40% വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാൽക്കുലേഷൻസ് ആയിരിക്കും. ഇതോടെ വരുന്ന ബെനിഫിറ്റ്സ് ഒരുപാട് ബെനിഫിറ്റ്സ്, എസ്പെഷ്യലി ഇപ്പൊ നോക്കുകയാണെങ്കിൽ സാനിറ്ററി പാഡ്സ് പോലെ ഐറ്റംസ് ഒക്കെ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും അവർക്ക് ഈ പ്രൊഡക്ട്സ്. പിന്നെ ഇത്രയും സോഷ്യൽ ഇമ്പാക്ട് ഉള്ള പ്രൊഡക്ട്സിനും പിന്നെ അതില്ലാണ്ട് തന്നെ ഫാമേഴ്സിനും MSMEസിനും ഒക്കെ ആയിരിക്കും ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് നൽകുന്നത് ഈ സിംപ്ലിഫിക്കേഷൻ ഓഫ് ടാക്സസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിലൊരു പൊളിറ്റിക്കൽ കളർ അക്രോസ് സ്റ്റേറ്റ്സ്, അക്രോസ് പൊളിറ്റിക്കൽ പാർട്ടീസ്, അക്രോസ് റിലിജിയൻ, കാസ്റ്റ്, എവറിഥിങ്, ഓൾ ബെനിഫിഷ്യറീസ് അവർക്ക് ഇതൊരു പോസിറ്റീവ് ഇമ്പാക്ട് തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. ശ്രീമതി വിനീത ഹരിഹരൻ, താങ്കൾ പറഞ്ഞ ഈ വസ്തുക്കളെല്ലാം നിലനിൽക്കുമ്പോൾ പോലും ഉപഭോക്താക്കൾക്ക് ഈ ടാക്സ് കുറവിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല, സാധനങ്ങളുടെ വില കുറയുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇല്ല, അത് ഇപ്പൊ എല്ലാ കാര്യത്തിനും ഇപ്പൊ ഇംപ്ലിമെന്റേഷൻ ടീതിങ് ട്രബിൾസ് ഉണ്ടാവും. പക്ഷെ അത് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഇത് ഒരു സക്സസ് അല്ല. എല്ലാത്തിനും ചെറിയ ചെറിയ ചാലഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് വെച്ചിട്ട് ഒരു റിപ്പോർട്ട് നമുക്ക് ജനറലൈസ്ഡ് രീതിയിൽ ആക്കാൻ പറ്റില്ല. GST റിഫോംസ് വന്നിട്ടില്ല എന്നൊക്കെ ഇപ്പൊ തന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളത് ദീപാവലി സെയിൽസ് ഇപ്പോൾ 16% കൂടിയിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം എന്നതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഈ കൊല്ലത്തിന്റെ ദീപാവലി സെയിൽസ് പറഞ്ഞ ക്രാക്കേഴ്സ് അല്ല, ഈ നമ്മുടെ കൺസ്യൂമബിൾസ്, ഓട്ടോമൊബൈൽസും ഇതിന്റെ ഒക്കെ സെയിൽസ് വളരെയധികം കൂടിയിട്ടുണ്ട്. എസ്പെഷ്യലി സെയിൽസ് ഓഫ് മാരുതി സുസുക്കിയുടെ കാർസും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇപ്പൊ വളരെയധികം ഒരു ബൊനാൻസ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ 8 ദിവസത്തില് സെയിൽസിൽ. എക്സ്പോണൻഷ്യൽ റൈസ് ഇൻ സെയിൽസ്. സോ ഈ ഒരു ടീതിങ് ട്രബിൾസ് നിങ്ങൾ പറഞ്ഞ 54 ഐറ്റംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് GST കൗൺസിൽ. അത് വെരി ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് none other than നിർമ്മല സീതാരാമൻ ജി തന്നെ ഇതിന്റെ നേതൃത്വം നൽകിയിട്ട് അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഈ ഒരു വിഷയങ്ങൾ. ഇപ്പൊ ഈ ഷോപ്പ് പറഞ്ഞ ഒരു കാര്യം, ക്യാമലിന്റെ കാര്യമായാലും അങ്ങനത്തെ കുറെ പ്രൊഡക്ട്സ്, ഇങ്ങനത്തെ കുറെ ടീതിങ് ട്രബിൾസ് ഉണ്ടാവും. അതൊക്കെ മോണിറ്റർ ചെയ്യേണ്ട ഒരു ചുമതലയാണ് വന്നിരിക്കുന്ന ഈ ഒരു കമ്മിറ്റിക്ക്. ഈ 54 ഐറ്റംസ്, എസെൻഷ്യൽ ഐറ്റംസ്, മിഡിൽ ഇൻകം ഹൗസ് ഹോൾഡ് വാങ്ങിക്കുന്ന സാധനങ്ങളുടെ എസെൻഷ്യൽ ഐറ്റംസിന്റെ പ്രൊഡക്ട്സ് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇനി വരുന്ന ഒരു ക്വാർട്ടർ അറ്റ്ലീസ്റ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ സ്റ്റെബിലൈസ് ആയിട്ട് അത് പോകും. ഇതിന്റെ ഒരു ഒരു കാൽക്കുലേഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു മിഡിൽ ഇൻകം ഹൗസ് ഹോൾഡിന് 45,000 to 1 lakh rupees ആയിരിക്കും സേവിങ്സ്. ഈ GST റിഫോംസും കഴിഞ്ഞ ഈ ബജറ്റിൽ വന്ന IT റിഫോംസ്, ഇൻകം ടാക്സ് റിഫോംസിന്റെ അടിസ്ഥാനത്തിൽ ഇത്രത്തോളം സേവിങ്സ് ഒരു മിഡിൽ ഇൻകം ഹൗസ് ഹോൾഡിന് നൽകാൻ പറ്റും. വ്യക്തമാണ്. ശ്രീ അജ്മൽ ചക്കുങ്കൽ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൃത്യസമയത്ത് ലഭിക്കാത്തതിൻ്റെ സാമ്പത്തിക ഭാരം വ്യാപാരികൾക്കുണ്ടോ? ഇതിനൊരു പരിഹാരം എന്താണ്? ചില സമയങ്ങളിൽ അങ്ങനെ വരാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വക്കീലിനോട് ആന്റി പ്രോഫിറ്റിന്റെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് നേരത്തെ ക്രൗൺസ് പറഞ്ഞ പോലെ GST കൗൺസിൽ നോട്ട്ബുക്കിന് GST ഇല്ല എന്ന് പറഞ്ഞു, GST ഇല്ലാണ്ടാക്കി. പക്ഷെ അപ്പോ നോട്ട്ബുക്ക് ഉണ്ടാക്കണമെങ്കിൽ വേണ്ട പേപ്പറിന്റെ 12% നിന്ന് 18% GST വന്നു. അപ്പൊ ബേസിക്കലി വരുന്ന 6% ഇപ്പൊ നോട്ട്ബുക്കിലോട്ട് കൂടുന്ന അവസ്ഥയിലോട്ട് വരും. അതായത് നോട്ട്ബുക്കിന് ഒരു വില കൂട്ടിയിട്ടില്ല, GST കൂട്ടിയിട്ടില്ല. പക്ഷെ നോട്ട്ബുക്ക് ഉണ്ടാക്കേണ്ട പേപ്പറിന് 6% GST കൂട്ടി. അപ്പൊ ബേസിക്കലി അത് വരുന്നില്ല. അപ്പൊ അങ്ങനെ പല എന്തുകൊണ്ടാണോ, അതിന്റെ പൊളിറ്റിക്സ് എന്താണോ, അതിന്റെ സ്റ്റാറ്റിക്സ് എന്താണോ എനിക്കറിഞ്ഞില്ല.
പക്ഷെ ബേസിക്കലി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അല്ല വക്കീൽ പറഞ്ഞ പോലെ സിമന്റ് കുറെ ഐറ്റങ്ങൾക്ക് കിട്ടുന്നെങ്കിലും ഇങ്ങനെയുള്ള കുറെ ഉൽപ്പന്നങ്ങൾക്ക് അങ്ങനെ അതിന്റെ പ്രോഫിറ്റ് ജനങ്ങൾക്ക് കിട്ടുന്നു. ശരി, വ്യക്തമാണ്. അഡ്വക്കേറ്റ് KS ഹരിഹരൻ എന്താണ് മറുപടി? അഡ്വക്കേറ്റ് അജ്മൽ പറഞ്ഞ ഒരു പോയിന്റ് ഇപ്പോഴും കറക്റ്റാണ്. അതായത് നിൽ റേറ്റ് ആയവർക്ക് ആദ്യ ഘട്ടങ്ങളിൽ ഒരു സഫറിങ് വരും. അത് 0.02% ഓഫ് ദ ടോട്ടൽ കമ്മോഡിറ്റിയാണ്. ഇത് ബുക്കിന്റെ കാര്യം പറഞ്ഞു. അപ്പോ അല്ലാതെ നിൽ റേറ്റ് ആയതിന് അല്ലെങ്കിൽ 0 റേറ്റ് ആയതിന് മാത്രമേ ആ ഒരു പ്രോബ്ലം വരുന്നുള്ളൂ. അവർക്ക് ഇൻപുട്ടിന്റെ ആ ഒരു ലോസ് ഇല്ല. അത് കമ്പനി, പക്ഷെ അവിടെ ഇപ്പുറത്തേക്ക് ആലോചിക്കണം. പേപ്പറിന്റെ വില കുറയും. ഇപ്പൊ ഉള്ളതല്ല. പേപ്പർ മാനുഫാക്ചർക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. അതവര് ഷെയർ ചെയ്തേ പറ്റൂ ഫ്യൂച്ചറിൽ. സോ ഇതൊരു ചെയിനാണ്. ഈ ചെയിൻ പൊട്ടിക്കാൻ പറ്റുന്ന ചെയിൻ അല്ല, അത് പൊട്ടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 3 + 2 = 5. 3 × 3 × 3 റേഷ്യോയിൽ പോണം. റേസ് 2 ആണ്. അതായത് അത് സ്ക്വയറിൽ വർക്ക് ചെയ്യും. 8 ആണ്. 2 വ്യത്യാസമുണ്ട്. 2 + 3 ആ ഒരു കണക്ക് ഇവിടെ എടുക്കണം. ഇത് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു ബെനിഫിറ്റ് മാനുഫാക്ചർക്ക് ഉണ്ട്. അവര് ഹയർ റേറ്റില് റോ മെറ്റീരിയൽ മേടിച്ചിട്ട് അത് കുറഞ്ഞ റേറ്റില് അതിന്റെ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിന്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നാൽ അത് റീഫണ്ട് കിട്ടാൻ ഈ പുതിയ അമെന്റ്മെന്റില് റേറ്റിൽ മാത്രമല്ല അമെന്റ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, റേറ്റിന്റെ അപ്പുറത്തേക്ക് പ്രൊസീജിയറൽ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിലെ റീഫണ്ട്. അത് അപ്ലിക്കേഷൻ ടൈമിലി കൊടുത്ത് 7 വർക്കിംഗ് ഡേ കൊണ്ട് അതിന്റെ ക്രെഡിറ്റ് ബാങ്കിൽ വരും. അതുപോലെ എക്സ്പോർട്ടിനുണ്ടായിരുന്ന റീഫണ്ടിന്റെ തടസ്സം അത് മാറ്റി കിട്ടി. രജിസ്ട്രേഷൻ എടുക്കാൻ ഇപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ധനകാര്യമന്ത്രി ബാലഗോപാൽ അദ്ദേഹം ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ടിവിയിലൊക്കെ പറയുന്ന കാര്യമാണ് രജിസ്ട്രേഷൻ ഡ്രൈവ്. പെട്ടെന്ന് രജിസ്ട്രേഷൻ കിട്ടും. ആപ്ലിക്കേഷൻ അവിടെ ചെന്ന് മേടിക്കുകയാണ്. ഇപ്പൊ രജിസ്ട്രേഷൻ കൂട്ടണം. മാത്രമല്ല, നമ്മൾ ഇവിടെയൊക്കെ പറഞ്ഞപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും ഫോറിൻ ലിക്കറിന്റെ, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ ടാക്സ് റേറ്റ് ഇപ്പോഴും സംസ്ഥാനങ്ങളുടെ കയ്യിലാണ്. ഇപ്പോ ഈ GSTയുടെ ഹയർ റേറ്റായുള്ള 40% ആണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയില് റേറ്റ് ഓഫ് ടാക്സ് വെക്കണതെങ്കിൽ ഇപ്പൊ നമുക്ക് പെട്രോള് 60 രൂപയിലേക്ക് കിട്ടും പെർ ലിറ്റർ. ഇപ്പൊ 100ന്റെ അടുത്ത് വരുന്നുണ്ടല്ലോ. അത് സ്റ്റേറ്റിന് ചെയ്യാം. അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാം. അത് ചെയ്യാൻ എല്ലാ സ്റ്റേറ്റും തയ്യാറാവണം. അതിന് ഒരൊറ്റ ചെറിയ അമെന്റ്മെന്റ് മതി. GSTയിൽ ഒരു ചെറിയ അമെന്റ്മെന്റ്, അതായത് GST കൗൺസിലിലേക്ക് പോയാൽ മതി. അത് സ്റ്റേറ്റ് എല്ലാം ചെയ്യൂ. അവിടെ ജനങ്ങൾക്ക് ഗുണം കിട്ടണം. അപ്പൊ ജനങ്ങൾക്ക് ഗുണം കിട്ടണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ പോസിറ്റീവ് ആസ്പെക്റ്റില് ഈ കാര്യങ്ങളെ കാണണം. നിയമമായി ഈ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഫെഡറൽ സിസ്റ്റത്തിലെ ഒരു ഏറ്റവും നല്ല സ്റ്റെപ്പാണ് ഇതിലെടുത്തത്. കാരണം GST കൗൺസില് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ എംപവേർഡ് കമ്മിറ്റിയിൽ എല്ലാ പ്രതിനിധികളും ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ തീരുമാനം എടുത്ത GST കൗൺസിലിന്റെ 56ാമത്തെ മീറ്റിംഗിലും നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ധനകാര്യമന്ത്രിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. എന്നിട്ട് യുനാനിമസ് ആയിട്ടാണ് തീരുമാനം എടുത്തേക്കണത്. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നു? അകത്ത് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുകയും പുറത്ത് വന്നിട്ട് വിമർശിക്കുകയും കേരളത്തിന് നഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്താ കാര്യമുള്ളത്? അത് അങ്ങനെ അത് ആലോചിക്കേണ്ട കാര്യമാണ്. ശരി, ശ്രീമതി വിനീത ഹരിഹരൻ, ഈ GST നിരക്ക് കുറയ്ക്കുന്നതിൽ നിന്നുണ്ടാകുന്ന വരുമാന നഷ്ടം നികത്താൻ സർക്കാരിന് എന്ത് സംവിധാനമാണുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ അത് വരുമാനം നഷ്ടമായിരിക്കില്ല. ബിക്കോസ് ഇതിപ്പോ ഈ തൽക്കാലം ഇപ്പൊ ഒരു സ്ലാബ്സ് റെഡ്യൂസ് ചെയ്തു. പക്ഷെ ഇതൊരു വലിയൊരു ക്യാൻവാസിലോട്ട് മാറും. ഇപ്പൊ ബേസ് ഒരുപാട് എക്സ്പാൻഡ് ചെയ്യും. ബിക്കോസ് ഈ വില കുറഞ്ഞ കാരണം ഒരുപാട് കൺസ്യൂമർ ഡിമാൻഡ് കൂടും. പിന്നെ അത് എക്കോണമിയിൽ തന്നെ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നതിന്. അപ്പോൾ ഇത് ഒരു നഷ്ടം വരുന്ന കാര്യമല്ല ഈ GST റിഡക്ഷൻ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൽ വേറെ കുറെ ആസ്പെക്ട്സ് ഉണ്ട്. അവരുടെ ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലോട്ട് അവർ നീങ്ങണം. വേറെ കുറെ സോഴ്സസ് ഓഫ് റവന്യൂസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഇംപ്രൂവ് ചെയ്യണം, മാനുഫാക്ചറിങ് ബേസ് ഇംപ്രൂവ് ചെയ്യണം. പിന്നെ ഈ MSMEസിനും സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്കുള്ള ഹബ്സും ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് രീതിയിൽ ഫെസിലിറ്റേഷൻ കൊടുക്കണം. പ്രോപ്പർട്ടി ടാക്സിന്റെ വരുമാനം കൂട്ടണം. എസ്പെഷ്യലി ലോക്കൽ ബോഡീസിന് അത് എംപവർ ചെയ്തോട് രീതിയിൽ വേണം ഇനി കാര്യങ്ങൾ നടത്താനായിട്ട്.
ലോക്കൽ ബോഡീസ് ഇപ്പോൾ ഒരുപാട് അവർക്ക് ഡെവല്യൂഷൻ ഓഫ് ഫണ്ട്സ് ഉണ്ടായിട്ടുണ്ട് 15th ഫൈനാൻസ് കമ്മീഷനിലും 14th ഫൈനാൻസ് കമ്മീഷനിലും. അപ്പോൾ ഈ ഫണ്ട്സ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് ലോക്കൽ ബോഡീസിനെ കപ്പാസിറ്റേറ്റ് ചെയ്യണം, എഡ്യൂക്കേറ്റ് ചെയ്യണം, അവരെ ട്രെയിൻ ചെയ്യണം. ബിക്കോസ് എല്ലാ കാര്യങ്ങളും ബോയിൽ ഡൗൺ ചെയ്യുന്നത് ലോക്കൽ ബോഡീസിനാണ്. അപ്പോൾ അവരുടെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റീസിന് കറപ്ഷൻ ഫ്രീ ആക്കിയിട്ട് അവരുടെ ഇംപ്ലിമെന്റേഷൻ രീതികൾ ഇംപ്രൂവ് ചെയ്ത് എഫിഷ്യൻസി കൊണ്ടുവന്നിട്ട് വേണം. ഇപ്പൊ കേരളത്തിൽ നിന്ന് മൊത്തം ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ അവിടുന്ന് വേണം തുടങ്ങാനായിട്ട്. റൈറ്റ് ഫ്രം സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റും ഡ്രെയിൻസ് ഇംപ്രൂവ് ചെയ്യണം, കനാൽസ് ഇംപ്രൂവ്മെന്റ് ഇല്ല. ഇതിനൊക്കെ ഇത് ഡെവലപ്മെന്റ് വർക്ക് മാത്രമല്ല, ഇതോടെ നമുക്ക് എക്കണോമിയും ഇമ്പാക്റ്റഡ് ആവും പോസിറ്റീവ്ലി, ടാക്സസും പോയിന്റ്സിയും ഉണ്ടാവും. ശരി, വ്യക്തമാണ്. ശ്രീ അജ്മൽ ചക്കുങ്കൽ, ഈ GST ഇളവിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഉപഭോക്താക്കൾ ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും? ഇപ്പോ നിലവിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ ചെറുകിട രംഗത്തെ വ്യാപാരികൾ നേരത്തെ ബഹുമാനപ്പെട്ട വക്കീൽ പറഞ്ഞ പോലെ സംഘടനകൾ ഇടപെട്ടുകൊണ്ട് അവനവന്റെ പോക്കറ്റിലും നഷ്ടപ്പെട്ടു കൊടുക്കുന്ന സൂപ്പർ മാർക്കറ്റുകളും ആളുകളും ഉണ്ട്. പക്ഷെ ഈ കമ്പനികൾ അടക്കമുള്ള ആളുകളും ഇൻപുട്ടിന്റെ വക്കീൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ആനുകൂല്യങ്ങൾ വ്യാപാരികൾ കൂടി ലഭിച്ചില്ല എങ്കിൽ പൂർണ്ണമായിട്ടും ഇത് ജനങ്ങളിലോട്ട് താമസമുണ്ട്. പക്ഷെ അതിൽ മോണിറ്റർ ചെയ്യേണ്ട ഒരു സംവിധാനമുണ്ട്. എല്ലാ കമ്പനികൾക്കും എതിരെ എല്ലാവരും പരാതി പോയില്ലെങ്കിലും ഈ കമ്പനികളെല്ലാം ഇതിനുശേഷം ഇതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് കൂട്ടി ഉൽപ്പന്നത്തിന് വില കൂട്ടുന്നുണ്ടോ എന്നൊരു സംവിധാനം കമ്പനികൾക്കെതിരെ ഗവൺമെന്റ് നടത്തിയില്ല എങ്കിൽ ജനങ്ങൾക്ക് ഇതിന്റെ ഗുണമുണ്ടാകും. അതിനൊരു മോണിറ്ററിംഗ് സംവിധാനം. ഇതിനു മുമ്പും പലപ്പോഴും ഇളവുകൾ വന്നപ്പോൾ കമ്പനികൾ വില കൂട്ടും, അങ്ങനെ കണ്ടിട്ടുള്ളൂ. GST ഇളവ് വരുമ്പോൾ പെട്രോളിന് വില കൂട്ടി എന്ന സംവിധാനങ്ങൾ ഉണ്ടായതാണ്. അപ്പൊ എപ്പോഴും ഇളവുകളെ ഉൽപാദന രംഗത്തിരിക്കുന്ന ആളുകൾ അവർക്ക് അതിന്റെ പ്രോഫിറ്റ് കൂടുതലല്ല ഉണ്ട്. ജനങ്ങളിലോട്ട് എത്താണ്ട് ഒരു മോണിറ്ററിംഗ് സംവിധാനം GST കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ ഇത് വലിയ കാലതാമസമില്ലാണ്ട് ജനങ്ങളിലോട്ട് എത്തും. അതായത് നിങ്ങൾ ഉൽപ്പന്നങ്ങൾ നേരത്തെ വാങ്ങി വെച്ചത് കൊണ്ടാണ് നിലവിൽ വില കുറയ്ക്കാൻ പറ്റാത്തതെന്നാണല്ലോ പറയുന്നത്. വാങ്ങി വെച്ചതിന്റെയും ഇനി വരാൻ പോകുന്ന ഉൽപ്പന്നം, ഞാൻ നേരത്തെ പറഞ്ഞ ക്രയോൺസ് അടക്കം അവർ GST കുറച്ചിട്ട് GST ഇല്ലാണ്ട് നേരത്തെ GST ഉൾപ്പെടെയുള്ള റേറ്റിലോട്ട് അവരുടെ കോസ്റ്റ് മാറി കഴിഞ്ഞു. 30 പ്ലസ് GST 33.60 ഉണ്ടായിരുന്നത് GST ഇല്ലാണ്ട് 33 അതിന്റെ വില ആയി കഴിഞ്ഞു. നിലവിൽ ഷോപ്പുകളിൽ ഉള്ള സാധനങ്ങൾക്ക് GST ആനുകൂല്യം കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല. സാധ്യതയില്ല എന്ന് പറയണില്ല. കൊടുക്കുന്നവർ ആളുകൾ, ഞങ്ങളെപ്പോലുള്ള ആളുകൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതും പിന്നെ നേരത്തെ പറഞ്ഞ നിയമത്തിന്റെ പേടി സാധാരണക്കാർക്കേ ഉള്ളൂ, ഞങ്ങൾ ശിക്ഷിക്കപ്പെടൂ എന്ന് ഓർത്തുകൊണ്ട് കയ്യിൽ നിന്ന് നഷ്ടം വരുന്ന വ്യാപാരികൾ കൊടുക്കുന്നവരുണ്ട്. പൂർണ്ണമായും ജനങ്ങൾക്ക് ഞാനും ഉപഭോക്താവാണ്, നിങ്ങളൊക്കെ ഉപഭോക്താവാണ്. എത്ര ആളുകൾക്ക് ഈ വില കുറവിന്റെ ആനുകൂല്യം ലഭിച്ചു എന്ന് സ്വയം നമ്മളൊന്ന് വിലയിരുത്തും. ഈ GST ഇളവ് വന്നതോടുകൂടി നിങ്ങൾ നേരിടുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് E-way ബില്ല് പോലുള്ള സംവിധാനങ്ങൾ ചെറുകിട വ്യാപാരികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? E-way ബില്ല് നമുക്ക് 50,000-ന് മുകളിലുള്ള തുകകൾക്കാണ് E-way ബില്ലിന്റെ നിയമങ്ങൾ. പക്ഷെ നിലവില് ഞങ്ങൾക്ക് സോഫ്റ്റ്വെയർ ചേഞ്ചിങ്ങുകൾ നടക്കും. ഓരോ GSTയുടെ ചേഞ്ചിങ്ങുകൾ വരുമ്പോഴും എന്തെങ്കിലും ഇതിൽ അപ്ഡേഷനുകൾ കൊടുക്കും. സോഫ്റ്റ്വെയറുകളിൽ ചെറുകിട ആൾക്കാർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഒത്തിരി ഷോപ്പുകളുണ്ട്. ആ ഷോപ്പുകാർക്കൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് വേണം. കഴിഞ്ഞ തവണ ഇതുപോലെ സെസ് എടുത്ത് കളഞ്ഞു, സെസ് വന്നു. ആ സമയങ്ങളിലെല്ലാം നമുക്കൊരു ടൈം ലിമിറ്റ് തരാണ്ട് ഒരു രാത്രി ഒരു പ്രഖ്യാപനം വന്നാൽ നമുക്ക് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരും. എല്ലാ ആളുകൾക്കും കയ്യിൽ നിന്ന് കുറച്ച് കൊടുക്കാനുള്ള ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. ചിലപ്പോൾ ഉൽപാദന രംഗത്തുള്ള ആളുകൾക്കറിയാം, ചെറുകിട രംഗത്തെ വ്യാപാരികൾ പത്രങ്ങളിലോ മീഡിയകളിലോ ഇളവ് വരും എന്ന് പറയുമ്പോൾ രാവിലെ എണീച്ച് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് ചെറുകിടക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരു പ്ലാനിങ് ചെയ്യാനുള്ള അവസരങ്ങളും ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷനുകളും ഇരിക്കുന്ന ഉൽപ്പന്നങ്ങൾ എങ്ങനെ വില കുറച്ച് കൊടുക്കുമെന്നും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കൂല. ഇതിന് ശാശ്വതമായൊരു പരിഹാരം എന്താണ് നിങ്ങൾ നിർദ്ദേശിക്കുന്നത്? ഇതിന് ശാശ്വതമായ പരിഹാരം ഓരോ കടകളിലും ഇതിന്റെ ഉൽപ്പന്നം കുറച്ച് കൊടുക്കുന്നതിന് കമ്പനികൾക്ക് ഏറ്റവും ആദ്യം നോട്ടീസ് കൊടുത്തുകൊണ്ട് അവർക്ക് വില കൂട്ടാനുള്ള അവസരം കൊടുക്കാനല്ല പറയും. ഉൽപാദന രംഗത്തുള്ള ആളുകൾക്ക് അതിനുള്ള ഇത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കടകളിലോട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കഴിഞ്ഞു അവിടെ നിന്ന് കുറച്ച് കൊടുക്കാൻ പറഞ്ഞത് എളുപ്പമല്ല. ശരി, അഡ്വക്കേറ്റ് KS ഹരിഹരൻ, സംസ്ഥാനത്ത് GST റിട്ടേൺ ഫയലിങ്ങും നികുതി വെട്ടിപ്പും തടയാൻ സർക്കാർ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? അതിനു മുമ്പ്
അഡ്വക്കേറ്റ് അച്യുതൻ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. സെപ്റ്റംബർ 3-ാം തീയതിയിലത്തെ GST കൗൺസിൽ തീരുമാനിക്കുന്നു, സെപ്റ്റംബർ 22-ാം തീയതി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അത് തെറ്റായ നടപടി. ഏതെങ്കിലും ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനം, വേണമെങ്കിൽ മിഡിൽ ആയിക്കോട്ടെ, ഒക്ടോബർ 1-ാം തീയതി തുടങ്ങിയാല് കുറേയും കൂടി എളുപ്പമുണ്ടായിരുന്നു. അത് ചെയ്തില്ല, അത് തെറ്റ് തന്നെയാണ്. മാത്രമല്ല, സോഫ്റ്റ്വെയർ അപ്ഡേഷന് എത്ര സമയം വേണമെന്ന് ഒരു പ്ലാനിങ് സർക്കാർ എടുക്കണമായിരുന്നു. ഈ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഡേറ്റ് വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് തീരുമാനിക്കും. ഇംപ്ലിമെന്റ് ചെയ്യുന്ന ബാക്കിയൊക്കെ GST കൗൺസിൽ പാസ്സാക്കിക്കണം. ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യം തീരുമാനിക്കാൻ കുറച്ചും കൂടി റിലാക്സേഷൻ ഉണ്ട്. പക്ഷെ അത് ഒരു വളരെ കഷ്ടമുണ്ടാക്കി, ഒരു സംശയമില്ല. അതുപോലെ GST റിട്ടേണില് ഈ അമെന്റ്മെന്റ് വന്നതിന് ശേഷമുള്ള കാര്യങ്ങള് GST റിട്ടേണില് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. മാത്രമല്ല, അവിടെയൊക്കെ ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു നടപടികളാണ് ഈ സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും. പിന്നെ ഒപ്പം പറയാം, ഈ GST റിട്ടേണിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സ്റ്റേറ്റ് കമ്മീഷണർക്ക് പവർ ഉണ്ട്. അത് സ്റ്റേറ്റ് കമ്മീഷണർമാർ ഉപയോഗിക്കുകയും വേണം. ഇവിടെ ഇപ്പോ നമ്മുടെ നാട്ടില് അതൊക്കെ ഒരു ചർച്ച തന്നെയാണ്. ഒപ്പം തന്നെ വ്യാപാരി വ്യവസായിയുടെ നേതാക്കൾ ഇതിലുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ കോമ്പോസിഷൻ അസസികളെ രജിസ്ട്രേഷൻ എടുപ്പിക്കരുത്. അവർ അങ്ങനെ തന്നെ കൺവേർട്ട് ചെയ്യട്ടെ. റെഗുലർ അസസി ആയിരിക്കണമെങ്കിൽ അവർക്ക് ഇൻപുട്ട് കിട്ടുള്ളൂ. കോമ്പോസിഷൻ അസസികളാണെങ്കിൽ അവര് ടാക്സ് അടച്ച ടാക്സ് അവർക്ക് റീഫണ്ടോ അല്ലെങ്കിൽ അവർക്ക് സെറ്റ് ഓഫോ ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. അതുകൊണ്ട് വ്യാപാരി വ്യവസായിയുടെ നേതാക്കള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുവിധം കച്ചവടമുള്ളവര് അവര് ഈ റെഗുലർ അസസി ആക്കുക. അപ്പൊ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും അവർക്ക്. അപ്പൊ വില കുറയും. ഇപ്പോ ഇവര് ടാക്സ് കൊടുത്ത് മേടിച്ചേക്കുന്ന സാധനത്തിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടൂല. അപ്പൊ വില കുറയാൻ അതിന്റെ ഒരു ഇമ്പാക്ട് ഡിലേ വരും. അതാണ് അതിന്റെ കാര്യം. അപ്പൊ ഏതായാലും വ്യാപാരികൾക്കും വ്യവസായികൾക്കും അനുകൂലമായ ഒരുപാട് നടപടികൾ ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെയുള്ള വ്യാപാര സംഘടനകള് GST കൗൺസിലിലേക്ക് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യൂ കാര്യങ്ങള്. അവിടെ ആക്ഷൻ ഉണ്ട്. പണ്ടത്തെക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ പഠിച്ച് ഡാറ്റ സഹിതം കൊടുത്തു കഴിഞ്ഞാല് ശക്തമായ നടപടികളുണ്ട്. തീരുമാനങ്ങൾ പെട്ടെന്ന് വരുന്നുണ്ട്. ഏതായാലും വിലക്കുറവിന്റെ ഗുണങ്ങള് പബ്ലിക്കിന് കിട്ടും. ഏതായാലും ഡിസംബർ 31 കഴിഞ്ഞ് ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ ഈ ആനുകൂല്യം കിട്ടിയിരിക്കും. അത് ഇപ്പോ സംസ്ഥാന സർക്കാർ വിചാരിച്ചാലോ കേന്ദ്ര സർക്കാർ വിചാരിക്കാതിരുന്നാലോ ഈ ആനുകൂല്യം പാസ് ഓൺ ചെയ്യും. അതിനു മുമ്പ് ആന്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റിയുടെ മുന്നിൽ 6000-ൽ താഴെ കംപ്ലൈന്റ് ആണ് കിട്ടിയേക്കണെന്നാണ് അറിയണേ. 3500-ന്റെ കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. 6000-ഓളം കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇപ്പോ ആന്റി പ്രോഫിറ്ററിംഗിന്റെ ഒരു കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യാപാരി അല്ലെങ്കിൽ ആ കമ്പനി ഒരു 5 ലക്ഷം രൂപയെങ്കിലും ചുരുങ്ങിയത് അതിന്റെ ചെലവ് വരും. അത് നടത്തിക്കൊണ്ടു പോകാനും മറ്റുള്ള കാര്യങ്ങളും വരും. അപ്പൊ സ്വാഭാവികമായിട്ടും അതില് ശക്തമായ നടപടികൾ ഉണ്ടാകും. ഒപ്പം തന്നെ ഇത് ഏത് സമയത്ത് സെപ്റ്റംബർ 22 തന്നെ തുടങ്ങിയതിൽ കുറച്ച് അപാകത ഉണ്ടെങ്കിൽ പോലും നമ്മള് ഇപ്പോ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് നമ്മളുടെ താരിഫ് കൂട്ടിയത് കുറയ്ക്കാൻ പോകാണ്. എന്താ കാര്യം? ഇവിടെ ഫ്ലോ വന്നു, ക്യാഷ് ഇൻഫ്ലോ നന്നായിട്ട് വന്നു, മാർക്കറ്റിലേക്ക് കാശ് ഇളകി. ഈ അമേരിക്ക എന്ത് ചെയ്താലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്ന് ഇന്ത്യയിലെ എക്കണോമിക്സിന്റെ കണക്കുകള് തെളിയിച്ചു. ട്രംപ് ഇപ്പോ മിക്കവാറും അടുത്ത ദിവസം തന്നെ കൂട്ടിയത് കുറയ്ക്കും. അത് GSTയുടെ ആ 22-ാം തീയതി ഒരു പ്രത്യേകതയായിട്ട് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്റെ ചോദ്യത്തിനുള്ള മറുപടി കൂടി, സംസ്ഥാനത്ത് GST റിട്ടേൺ ഫയലിംഗും നികുതി വെട്ടിപ്പും തടയാൻ സർക്കാർ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? അത് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോ 2022-23 തട്ടിപ്പാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ 24-25 തട്ടിപ്പ് 2 കൊല്ലമൊക്കെ കഴിയുമ്പോൾ പിടിക്കും. അത് ശക്തമായ നടപടികൾ ഉണ്ടാവും. ഇപ്പൊ നേരത്തെക്കാളും വ്യത്യസ്തമായിട്ട് ഈ ഫേക്ക് ഇൻവോയ്സ് ഉപയോഗിച്ച് ഇൻപുട്ട് എടുക്കലായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അതിനൊക്കെ ശക്തമായ നടപടികളുണ്ട്. ജയിലിന്റെ ഉള്ളിലാണ് പല സമ്പന്നരായി ഈ കാര്യത്തില് ഒരുപാട് നേട്ടം ഉണ്ടാക്കിയവരുടെയൊക്കെ വാസം. GSTയില് അതുകൊണ്ട് ഇതിൽ നടപടിയുണ്ട്. ശക്തമായ നടപടികൾ ഇപ്പോ ഈ ഫേക്ക് ഇൻവോയ്സ് ഉൾപ്പെടെയുള്ളതിൽ എടുത്തിട്ടുണ്ട്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ കാര്യത്തില് ഉണ്ട അപാകതകള് ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഡിസ്കൗണ്ട് ഇനത്തില് വ്യാപാരി വ്യവസായിയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ കച്ചവടത്തില് ഡിസ്കൗണ്ട് തരും മാനുഫാക്ചേഴ്സ്. എന്നിട്ട് ഇൻപുട്ടിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഈ സെപ്റ്റംബർ 3 GST കൗൺസിൽ തീരുമാനമായി ഒക്ടോബർ 1 മുതൽ ഇംപ്ലിമെന്റ് ആയി.
അതായത് എത്രയോ വ്യാപാരികള്, ഞാൻ തന്നെ ഫയൽ ചെയ്തിരിക്കുന്നത് കോടികളുടെ കേസ് ഉണ്ട് എറണാകുളത്തെ വ്യാപാരികളുടെ. അവർക്ക് ഈ ഡിസ്കൗണ്ടിന്റെ പ്രശ്നം ഉണ്ടായിട്ട് അതൊക്കെ മാറാണ്. അങ്ങനെ ഇതിലൊരു പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ട്. അതേപോലെ തന്നെ വളരെ ധൃതി പിടിച്ച് ചെയ്തപ്പോൾ അതിലെ ഔചിത്യവും ഒരു പ്രശ്നമാണ്. ശരി, വ്യക്തമാണ്. ശ്രീമതി വിനീത ഹരിഹരൻ, ചരക്ക് നീക്കത്തിനുള്ള ചെലവ് കുറയ്ക്കുന്നതിന് GST വിജയിച്ചില്ല എന്ന വിമർശനത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഞാൻ കേട്ടില്ല. ലോജിസ്റ്റിക്സ് മേഖലയിൽ GST വിജയിച്ചില്ല എന്ന വിമർശനത്തോട്, അതിന്റെ ചിലവ് കുറഞ്ഞിട്ടില്ല എന്ന വിമർശനത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഇല്ല, it is across board. ഈ GST reforms ഉം GST rationalizationും across board ആണ്. ലോജിസ്റ്റിക്സ് ആയാലും all kinds of ഇപ്പൊ 3 സ്ലാബ്സിലാണല്ലോ. 5% essentials items ആണ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, അഗ്രികൾച്ചറൽ ഇൻപുട്സ്, പാക്കേജ് ഫുഡ്, സാനിറ്ററി പാഡ്സ്, ഇതൊക്കെ എസെൻഷ്യൽസിൽ വരും. സ്റ്റാൻഡേർഡ് ഗുഡ്സ് ആണ് സിമെന്റ് ആൻഡ് സ്റ്റീലും, കൺസ്യൂമർ ഇലക്ട്രോണിക്സും, TVs, ACs, ടെക്സ്റ്റൈൽസ്, ഫുട്വെയർ ഒക്കെ സ്റ്റാൻഡേർഡ് ഗുഡ്സിൽ. മെഷീനറി ആൻഡ് MSME എക്വിപ്മെന്റും ഉണ്ട് സ്റ്റാൻഡേർഡ് ഗുഡ്സിൽ. പിന്നെ ലക്ഷറി ആൻഡ് സിൻ ഗുഡ്സിൽ. അപ്പൊ ലോജിസ്റ്റിക്സിന്റെ സെക്ടറിൽ വരുന്ന ഒരു പ്രൊഡക്ട്സ്, അതിന്റെ ഒരു കോമ്പണൻസ് വരുന്നത് ഈ സ്റ്റാൻഡേർഡ് ഗുഡ്സിന്റെ കോമ്പണൻസിലായിരിക്കും വരുന്നത്. അത് 18% സ്ലാബിലായിരിക്കും വരുന്നത്. ലോജിസ്റ്റിക്സ് ഒരു മാത്രം നമ്മൾ മാറ്റി വെച്ചിട്ട് അതിന്റെ ഗുണം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഈ എണ്ണവില GSTയുടെ, പെട്രോളും ഡീസലും തുടങ്ങിയ GSTയുടെ പരിധിയിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ചിന്ത എന്താണ്? ഇത് കുറെ കാലമായിട്ട് ഒരു ചർച്ച നടക്കുകയാണ്. പക്ഷെ സ്റ്റേറ്റ്സ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് അവരുടെ ഒരു വാറ്റ് ഇൻകം കുറയും എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേറ്റ്സ് അതിലോട്ട് വരാതിരിക്കുന്നത്. ഇപ്പോ ഹരിഹരൻ ജി പറഞ്ഞ പോലെ തന്നെ ഞാനും ഈ ബാക്ക് ഓഫ് ദി എൻവലപ്പ് എന്ന് പറഞ്ഞ് കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. കുറെ കാലം മുമ്പ്, 5 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ്. GST റിഫോംസിലേക്ക് വന്നാൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പെട്രോളിന്റെ വില വിൽ റെഡ്യൂസ്. ഇപ്പൊ 100 rupees 60 rupees വരെ ആകാനായിട്ട് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് GSTയുടെ ബ്രാക്കറ്റിൽ വന്നാൽ. പക്ഷെ അത് GST കൗൺസിൽ യുനാനിമസ് ആയിട്ട് ആ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇപ്പൊ ഈ GST കൗൺസിൽ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് അല്ലാന്ന് ഒരു തെളിവാണ് ഇത്. ഇപ്പൊ പെട്രോള് നമ്മൾ ഇതുവരെ GSTയിൽ കൊണ്ടുവരാൻ പറ്റാഞ്ഞത് നമ്മൾ എല്ലാ സ്റ്റേറ്റ്സിന്റെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും അവരുടെ ആയ രീതിയിലെ അവരുടെ ഡിമാൻഡ്സിന് കേറ്റർ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പെട്രോൾ GSTയിലേക്ക് മാറ്റാൻ പറ്റാത്തത്. പക്ഷെ അത് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും GSTയിലോട്ട്. ഞാൻ ഇടപെടെയാണ്, നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. GST എന്ന വലിയ സാമ്പത്തിക പരിഷ്കാരം നികുതി വെട്ടിപ്പ് കുറയ്ക്കുകയും ചരക്ക് നീക്കം എളുപ്പമാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും സാധാരണ ഉപയോക്താവിൻ്റെ പോക്കറ്റിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ്. GSTയുടെ പൂർണ്ണമായ പ്രയോജനം ഉപഭോക്താവിലേക്ക് എത്തണമെങ്കിൽ നിയമപരമായ കർശന വ്യവസ്ഥകൾ ആവശ്യമാണ്. പുതിയ ഘടന പ്രാരംഭഘട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഗണ്യമായ വരുമാന നഷ്ടത്തിന് കാരണമാകുന്നതിനാൽ അതിനും പരിഹാരം കാണേണ്ടതുണ്ട്. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് KS ഹരിഹരൻ, വിനീത ഹരിഹരൻ, അജ്മൽ ചക്കുങ്കൽ, അഡ്വക്കേറ്റ് BN ഹസ്കർ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.